ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ഇടവക സീനായ് ഗ്ലോബൽ കുടുംബാംഗങ്ങളോടൊപ്പം ഈ വചന വിചിന്തനം നടത്താൻ ഇടയാകുന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ജനുവരി 2026 ജനുവരി 26 സീനായ് കൂട്ടായ്മയിൽ നിങ്ങളെ കാണാൻ പേരാമ്പ്ര ഇടവകയിലേക്ക് വന്ന ആ ഒരു ദിവസം എൻ്റെ ഓർമ്മയിലുണ്ട്. വളരെ കൂട്ടായ്മയോടുകൂടെ ഇടവകയിലെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുകയും തിരുനാളിൻ്റെ ഓർമ്മയ്ക്കായി ഒരു ജീവകാരുണ്യ പ്രവൃത്തി എന്ന നിലയിൽ ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള താല്പര്യം നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് പങ്കുവെച്ചതൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇന്നും തങ്ങി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും. സ്ലീഹ കാലഘട്ടത്തിൻ്റെ 4ാമത്തെ ഞായറാഴ്ചയിലെ വിചിന്തനമാണ് നാം ഇന്ന് നടത്തുക. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ന് നാം വായിച്ചു കേട്ട ദൈവവചന ഭാഗങ്ങൾ ആദ്യത്തെ വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ളതായിരുന്നു. പുറപ്പാട് പുസ്തകത്തിലെ മോശയ്ക്ക് ദൈവം നൽകിയ കൽപ്പനകൾ മോശ ഇസ്രായേൽ ജനത്തെ അറിയിക്കുന്നുണ്ട്. മോശയോട് അവർ പറയുന്നുണ്ട്, ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട, കാരണം ദൈവത്തിന്റെ സ്വരം ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു വരികയില്ല. ദൈവത്തെ കണ്ടാൽ ഞങ്ങൾ മരിച്ചു പോകും. എന്നാൽ ദൈവം എന്താണോ ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് നീ ഞങ്ങളോട് പറയുക. മോശ കൃത്യമായ രീതിയിൽ ദൈവത്തിന്റെ അരുളപ്പാട് അവർക്ക് നൽകുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ ഒരു സമൂഹമായി രൂപപ്പെടുത്താൻ എപ്രകാരമാണ് ദൈവത്തിന്റെ കൽപ്പനകളും നിയമങ്ങളും സഹായിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മോശ അവരോട് പറയുന്നുണ്ട്, ഈ നിയമങ്ങളും ഈ കൽപ്പനകളും കൃത്യമായി നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും എന്നുള്ള വലിയൊരു ഉറപ്പ് മോശ അവർക്ക് നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു പ്രത്യാശ നൽകുന്ന വചനമാണ്. ദൈവത്തോട് ചേർന്ന് നാം സഞ്ചരിച്ചാൽ ദൈവം നമ്മോട് കൂടെ സഞ്ചരിക്കും. നമുക്കറിയാം, ഇപ്പോൾ പ്രത്യേകിച്ച് മധ്യപൂർവ്വ ദേശങ്ങളില്, മിഡിൽ ഈസ്റ്റില് ജോലി ചെയ്യുന്ന നിങ്ങളിൽ കുറേയേറെ പേർക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ള ഒരു അരിക്ഷിതാവസ്ഥയുണ്ട്. എങ്കിലും പ്രത്യാശയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് കഴിഞ്ഞാൽ ഈ ദൈവം പ്രതിസന്ധികളിൽ നമ്മെ കൈവിടാത്തൊരു ദൈവമാണ്. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. ആ ദൈവത്തെ നമുക്ക് പ്രത്യാശയോടുകൂടെ സമീപിക്കാം. ഇന്നത്തെ 2ാമത്തെ വായന പൗലോസ് ശ്ലീഹ റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനത്തില് 10ാം അധ്യായത്തിൽ നിന്നാണ് നാം ശ്രവിച്ചത്. അവിടെ വളരെ കൃത്യമായ രീതിയിൽ പൗലോസ് ശ്ലീഹ പങ്കുവെക്കുന്നുണ്ട്, അവിടുത്തെ വചനം പങ്കുവെക്കുന്നവർ അത് ദൈവികമായൊരു ദൗത്യം നിർവഹിക്കുന്നവരാണ്. ആ ദൈവത്തെ സ്വന്തമായി സ്വീകരിക്കുന്ന, വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുന്നവർക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ലഭിക്കുക. കർത്താവായ യേശു ക്രിസ്തുവില് നീ വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തില് എന്തുമാത്രം മാറ്റം അത് വരുത്തുമെന്നുള്ളത് പൗലോസ് ശ്ലീഹ തന്റെ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മെ നയിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. സുവിശേഷം നമുക്കറിയാമെന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം അത് യോഹന്നാന്റെ സുവിശേഷമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ 6ാമത്തെ അധ്യായം അത് വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള സുദീർഘമായ ഒരു പ്രഭാഷണമാണ്. നമുക്കൊക്കെ അറിയാം, യൂക്കറിസ്റ്റിക് ഡിസ്കോഴ്സ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അവിടെ ക്രിസ്തു വളരെ കൃത്യമായിട്ട് ശിഷ്യ സമൂഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ജീവന്റെ അപ്പം അത് എൻ്റെ ശരീരവും എൻ്റെ രക്തവുമാണ്. പഴയ നിയമത്തില് നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എന്നാൽ ആ മന്ന ഭക്ഷിച്ചവരെല്ലാവരും മരിച്ചു. എന്നാൽ ഈ ആത്മീയ ഭക്ഷണം അത് എൻ്റെ ശരീരവും എൻ്റെ രക്തവും അത് പാനം ചെയ്യുന്നവർക്ക്, അത് ഭക്ഷിക്കുന്നവർക്ക് അവർക്ക് നിത്യജീവൻ ഉണ്ടാകും. നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന വചനങ്ങളാണ് ക്രിസ്തു പങ്കുവച്ചത്. പക്ഷേ അത് വേണ്ടത്ര ഗൗരവത്തിൽ മനസ്സിലാക്കാൻ, സ്വീകരിക്കാൻ അന്നത്തെ ശിഷ്യന്മാർക്കും കഴിഞ്ഞില്ല എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ ക്രിസ്തു പറഞ്ഞത് വിശുദ്ധ കുർബാനയിലൂടെ നിത്യവും നമുക്കായി പങ്കുവെക്കുന്ന തൻ്റെ ശരീരവും തൻ്റെ രക്തവും അത് ആത്മീയ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന വചനം തന്നെയാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധ കാർലോ അക്വിറ്റസ്
നമുക്കറിയാം ജെൻസി വിശുദ്ധനായിട്ട് അറിയപ്പെടുന്ന കാർലോ അക്കീറ്റസ് വിശുദ്ധ കുർബാനയെ വിളിക്കുന്നത് തന്നെ യുക്രിസ്റ്റിക് ഈസ് ദ സൂപ്പർ ഹൈവേ ടു ഹെവൻ. സ്വർഗത്തിലേക്കുള്ള ഏറ്റവും വേഗതയേറിയ പാത എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. ആ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് അടുക്കാൻ ഈ വചനഭാഗം നമ്മെ സഹായിക്കുന്നുണ്ട്. പ്രിയ സീനായ് കുടുംബാംഗങ്ങളെ, നമുക്ക് ലഭിച്ച വിശ്വാസം അത് ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാലും അത് മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എനിക്ക് രക്ഷയുണ്ട്, ആ നിത്യജീവനുണ്ട്, ആ ഒരു പ്രത്യാശയോടുകൂടി ജീവിക്കാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. നന്ദി.